Can you please read the main headline? Burned to death. Now, please go to page number 7. ഇതൊന്ന് വായിക്കൂ. ഇവിടെ. Body found in Jayanagar Lake. Continue. The body of a 36-year-old lady was found near Jayanagar Lake last day. The body has been identified by the local police as that of a lady who ran away with her lover one week ago. മതി. കാമുകനുമൊത്ത് ഒളിച്ചോടിപ്പോയ 36-കാരിയുടെ മൃതദേഹം കായലിൽ നിന്ന് കണ്ടെത്തി. ഇതേ പത്രത്തിലെ 7-ാം പേജിലെ ഒരു സിംഗിൾ കോളം ന്യൂസാണ് ഇദ്ദേഹം ഇപ്പൊ വായിച്ചത്. So my question to you, editor, is out of these two, why was Saba's case the headline? It's obvious. കാമുകനൊത്ത് ഒളിച്ചോടിപ്പോയൊരു സ്ത്രീ ആയിരുന്നില്ല സഭ. She was a teacher. പിന്നെ അവര് പാർക്കിലോ ബീച്ചിലോ അല്ല പോയത്. She was returning from work. She was a working woman. അതിന് ജോലി ഉണ്ടെങ്കിൽ ഹെഡ്ലൈൻ ആകുമോ? ടീച്ചർ ആണെങ്കിൽ ഫ്രണ്ട് പേജ് ആകുമോ? അതല്ല, the fact that she was raped. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അപ്പോ 10-ാം തീയതിയിലത്തെ ഈ പത്രത്തിൽ, അതായത് 9-ാം തീയതി രാത്രി അച്ചടിച്ച ഈ പത്രത്തിൽ, how could you print with conviction that she was raped? ഏതോ ഒരു പെണ്ണ് അവളുടെ കത്തിക്കരഞ്ഞ ബോഡി ഹൈവേയുടെ സൈഡിൽ നിന്നും കിട്ടുന്നു. ഒരു സായാഹ്ന പത്രത്തിന്റെ ലാസ്റ്റ് പേജ് ന്യൂസ് മാത്രമാകേണ്ടിയിരുന്ന വാർത്ത. അത്ര ന്യൂസ് വാല്യൂവേ ഉള്ളൂ ഈ കേസിന്. അതിന് കോടതിയുടെ അടിയന്തര ഹിയറിംഗ്, പബ്ലിക് ഔട്ട്റേജ്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഓൾ ഫോർ എ ലേഡി ഹൂസ് ആൻ ആബ്സല്യൂട്ട് നോബഡി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പറയുന്നത് a possibility of rape എന്നാണ്. A possibility of rape. What if she had committed suicide? What if she had burned herself?